പകരും വചനം ആത്മമാരിയ ആത്മീയമാമുണർവാലേ ദീപ്തമാക്കണേ. വചനം മഴയായി പെയ്യും കൃപതൻ നിറവായൊഴുകും വിടുതൽ നൽകുന്ന വചനം അറിവിൻ്റെ പൊരുളാകും വചനം സൗഖ്യമാ ജീവനാ. ആത്മീയ ഉണർവ്. സ്നേഹമുള്ളവരെ, മുംബൈ താബോർ ധ്യാന കേന്ദ്രത്തിൽ നിന്നും നിങ്ങൾക്ക് ഓരോരുത്തർക്കും എല്ലാ ദൈവാനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും ഏറെ സ്നേഹത്തോടെ നേരുന്നു. ഈ വചന ശുശ്രൂഷയുടെ ഭാഗമാകുന്ന എല്ലാവരെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് വചനം ശ്രവിക്കാം. 3-ാം സങ്കീർത്തനം 1 മുതലുള്ള തിരുവചനങ്ങൾ. കർത്താവേ, എൻ്റെ ശത്രുക്കൾ അസംഖ്യമാണ്, അനേകർ എന്നെ എതിർക്കുന്നു. ദൈവം അവനെ സഹായിക്കുകയില്ല എന്ന് പലരും എന്നെക്കുറിച്ച് പറയുന്നു. കർത്താവേ, അങ്ങാണ് എൻ്റെ രക്ഷാകവചവും എൻ്റെ മഹത്വവും. എന്നെ ശിരസ്സുയർത്തി നിർത്തുന്നതും അവിടുന്ന് തന്നെ. ഉച്ചത്തിൽ ഞാൻ കർത്താവിനെ വിളിക്കുന്നു. തൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് അവിടുന്ന് എനിക്ക് ഉത്തരമരുളുന്നു. ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു, ഉണർന്നെഴുന്നേൽക്കുന്നു. എന്തെന്നാൽ ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ്. ദൈവമേ, ഈ വചന ശുശ്രൂഷയിൽ പങ്കുചേരുന്ന ലോകം മുഴുവനുമുള്ള എല്ലാ വ്യക്തികളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. സങ്കീർത്തകനോടൊപ്പം ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കഷ്ടതയിൽ, ഞങ്ങളുടെ ക്ലേശങ്ങളിൽ സഹായമായി കടന്നു വരണമേ. അങ്ങയുടെ വലത് കരം ഞങ്ങളുടെ ജീവിതത്തിനുമേൽ ഉയരട്ടെ. അങ്ങയുടെ വചനം അഭിഷേകമായി ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയട്ടെ. അങ്ങയുടെ കരങ്ങളിലാണ് ഞങ്ങൾ എന്ന് ഈ സങ്കീർത്തന വചനത്തോടൊപ്പം ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവമേ, ജീവിതത്തിൻ്റെ ദുഃഖങ്ങളിലും നൊമ്പരങ്ങളിലും അങ്ങാണ് ഞങ്ങളെ വഴി നടത്തുന്നതെന്ന്, അങ്ങ് തന്നെയാണ് ഞങ്ങളെ കരങ്ങളിൽ വഹിക്കുന്നതെന്ന് ഞങ്ങൾ ഹൃദയത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നു, ഏറ്റുപറയുന്നു. നിയമാവർത്തന പുസ്തകത്തിൻ്റെ 1-ാം അധ്യായം 31-ാം തിരുവചനം ഇങ്ങനെ പറയുന്നുണ്ടല്ലോ: ദൈവമായ കർത്താവ് നിങ്ങൾ കടന്നു വന്ന വഴിയിലുടനീളം നിങ്ങളെ കരങ്ങളിൽ വഹിച്ചത് ഓർമ്മിക്കുവിൻ. തമ്പുരാനെ, ഞങ്ങളെ ഓരോരുത്തരെയും ഒരിക്കൽ കൂടി അങ്ങയുടെ കരങ്ങളിലേക്ക്, അങ്ങയുടെ കരുതലിൻ്റെ കീഴിലേക്ക് നൽകുന്നു. ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ വ്യക്തി ജീവിതത്തെ നവീകരിക്കണമേ. അങ്ങ് ആഗ്രഹിക്കുന്ന വിധം, അങ്ങയുടെ തിരുഹൃദയത്തിന് യോജിക്കുന്ന വിധം ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ രൂപപ്പെടുത്തണമേ. ആമേൻ. പ്രിയമുള്ളവരെ, നമുക്ക് അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ 16-ാം അധ്യായത്തിൽ നിന്നും തിരുവചനം ശ്രവിക്കാം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 16-ാം അധ്യായം 25 മുതലുള്ള തിരുവചനങ്ങൾ. അർദ്ധരാത്രിയോടടുത്ത് പൗലോസും സീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. തടവുകാർ അത് കേട്ടുകൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയ ഒരു ഭൂകമ്പമുണ്ടായി. കാരാഗ്രഹത്തിൻ്റെ അടിത്തറ കുലുങ്ങി എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു. എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു. കാവൽക്കാരൻ ഉണർന്നപ്പോൾ കാരാഗ്രഹവാതിലുകൾ തുറന്നു കിടക്കുന്നത് കണ്ടു. തടവുകാരെല്ലാം രക്ഷപ്പെട്ടുവെന്ന് വിചാരിച്ച് അവൻ വാളൂരി ആത്മഹത്യക്കൊരുങ്ങി. എന്നാൽ പൗലോസ് വിളിച്ചു പറഞ്ഞു: സാഹസം കാണിക്കരുത്, ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെയുണ്ട്. വിളക്ക് കൊണ്ടുവരാൻ വിളിച്ചു പറഞ്ഞിട്ട് അവൻ അകത്തേക്ക് ഓടി. പേടിച്ചു വിറച്ച് അവൻ പൗലോസിൻ്റെയും ശീലാസിൻ്റെയും കാൽക്കൽ വീണു. അവരെ പുറത്തേക്ക് കൊണ്ടുവന്നവൻ ചോദിച്ചു: യജമാനന്മാരെ, രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്തു ചെയ്യണം? അവർ പറഞ്ഞു: കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പ്രിയമുള്ളവരെ, വളരെ മനോഹരമായ ഒരു വചനഭാഗമാണിത്. അവിടെ നാം കാണുന്നത് വലിയ ക്ലേശങ്ങളുടെ, വലിയ നൊമ്പരങ്ങളുടെ മധ്യത്തിൽ നിൽക്കുന്ന പൗലോസും സീലാസും ദൈവത്തിന് കീർത്തനങ്ങൾ ആലപിക്കുന്നതും, അവിടെ തടവറയിൽ വലിയ അത്ഭുതത്തിന് അവരുടെ ജീവിതം വഴിമാറുന്നതുമാണ്. അവരുടെ മാത്രമല്ല, വചനം കേട്ടുകൊണ്ടിരുന്ന
വചനത്തിന് കാതോർത്തിരുന്ന സകല വ്യക്തികളുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു എന്ന് തിരുവചനം പറയുന്നു. പക്ഷേ അതിലൊക്കെ പ്രധാനപ്പെട്ട സുന്ദരമായ ഒരു കാര്യം അവിടെ കുറിക്കുന്നു. ആ കാരാഗ്രഹ സൂക്ഷിപ്പുകാരൻ പൗലോസിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം, യജമാനന്മാരെ, രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്തു ചെയ്യണം? ജീവിതത്തിൽ ഒരു പ്രതിസന്ധി കടന്നു വന്നപ്പോൾ ഒരു പക്ഷേ തൻ്റെ ഉത്തരവാദിത്വത്തിൽ വീഴ്ച വന്നു എന്നതിൻ്റെ പേരിൽ താൻ ശിക്ഷിക്കപ്പെടാൻ ഇടയുണ്ട് എന്ന ആ വേദനയുടെ നടുവിൽ നിന്നുകൊണ്ടാണ് ആ മനുഷ്യൻ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുക, രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്തു ചെയ്യണം? പൗലോസ്ലീഹ കൊടുക്കുന്ന ഉത്തരം അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. വീണ്ടും ഈ വചനഭാഗത്തിൻ്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നു 33-ാമത്തെ തിരുവചനം, അപ്പോൾ തന്നെ അവനും കുടുംബവും ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും ചെയ്തു. അവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അവർക്ക് ഭക്ഷണം വിളമ്പി. ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് അവനും കുടുംബാംഗങ്ങളും അത്യന്തം സന്തോഷിച്ചു. നമ്മുടെയൊക്കെ കുടുംബം, നമ്മളൊക്കെ ഒരുമിച്ച് ജീവിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വചനം സൂചിപ്പിക്കുന്നു. ദൈവത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ട്, ദൈവം നമ്മുടെ കുടുംബത്തിൻ്റെ കേന്ദ്രമായി നിലനിൽക്കുന്നത് കൊണ്ടായിരിക്കണം നമ്മുടെ കുടുംബത്തിൽ ആനന്ദം, നമ്മുടെ കുടുംബത്തിൽ സമാധാനം, സന്തോഷം ഒക്കെ നിറയേണ്ടത്. മനുഷ്യരായ ഒരുപാട് ബലഹീനതകളും ഒരുപാട് പോരായ്മകളുമുള്ള നമ്മൾ ഒരുമിച്ച് ചേർന്ന് മുൻപോട്ട് പോകുമ്പോൾ, കുടുംബജീവിതം നയിക്കുമ്പോൾ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്തായിരിക്കണമെന്ന് പൗലോസ്ലീഹ ഓർമ്മപ്പെടുത്തുകയാണ്. കർത്താവായ യേശുക്രിസ്തുവാണ് നിനക്കും നിൻ്റെ കുടുംബത്തിനും രക്ഷപ്രദാനം ചെയ്യുന്നത്. ഒരു പക്ഷേ ഇന്നത്തെ ലോകത്തിൽ ഒരുപാട് കുടുംബ ബന്ധങ്ങൾ തകരുന്നത് നമ്മൾ അറിയുന്നുണ്ട്. ഒരുപാട് വ്യക്തികൾ പരസ്പരം മനസ്സിലാക്കാൻ കഴിയാതെ, പരസ്പരം ഒന്നു ചേർന്ന് പോകാൻ കഴിയാതെ വേദനിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഒരു പക്ഷേ അതിൻ്റെയൊക്കെ പിന്നിലുള്ള ഒരു കാരണം ഇവിടെ വചനം സൂചിപ്പിക്കുകയാണ്. യേശുക്രിസ്തുവിലാണ് രക്ഷ എന്ന് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്ന ജീവിതങ്ങളാകാം ഒരു പക്ഷേ അത്. ഇവിടെ പ്രതിസന്ധികളുടെ, വേദനകളുടെ മധ്യത്തിൽ, കാരാഗ്രഹത്തിലായിരുന്ന അവസരത്തിൽ ദൈവമാണ് പ്രധാനപ്പെട്ടതെന്നും ദൈവത്തിന് സ്തുതികീർത്തനങ്ങൾ ആലപിക്കുക തങ്ങളുടെ ജീവിതത്തിൻ്റെ ദൗത്യമാണെന്നും തിരിച്ചറിഞ്ഞുകൊണ്ടാണ് പൗലോസും സീലാസും അതിനായി മുതിരുന്നത്. അതിലേക്കാണ് ആ കാരാഗ്രഹ സൂക്ഷിപ്പുകാരനെ അവർ വിളിച്ചു ചേർക്കുക. നമ്മുടെയൊക്കെ കുടുംബത്തിൽ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ, വേദനകളും ദുഃഖഭാരങ്ങളും കടന്നു വരുമ്പോൾ, പ്രിയമുള്ളവരെ, ഇതുപോലെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ, ഇതുപോലെ ദൈവത്തിന് കീർത്തനങ്ങൾ ആലപിക്കാൻ നമുക്ക് കഴിയണം. കുറച്ച് നാളുകൾക്ക് മുൻപ് ഒരു അമ്മയെ കാണാൻ ഇടയായി. ആ അമ്മ കണ്ണുനീരോട് പറഞ്ഞ ഒരു കാര്യം ഇതാണ്. മകൻ്റെ വിവാഹം കഴിഞ്ഞു. മകൻ്റെ വിവാഹം കഴിഞ്ഞ് മരുമകളും ഒന്നിച്ച് അദ്ദേഹം 1.5 വർഷത്തോളം ജീവിച്ചു. അതിനുശേഷം അവൾ ഗർഭവതിയായി സ്വന്തം ഭവനത്തിലേക്ക് പോയി. അവിടെ ചെന്ന് കുഞ്ഞിന് ജന്മം നൽകി ഇവിടേക്ക് തിരികെ വരേണ്ട സമയമായിട്ടും അവൾ തിരികെ വരുന്നില്ല. എന്തുകൊണ്ടാണ് തിരികെ വരാത്തതെന്ന് ഈ അമ്മയ്ക്കും മകനും മനസ്സിലാകുന്നില്ല. അമ്മ പറയുന്നു, ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല, അവളെ ഒരു തരത്തിലും വേദനിപ്പിച്ചിട്ടില്ല, ഉപദ്രവിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ ആ മകൾ പറയുന്നത് ഒന്ന് മാത്രമാണ്, ഇവനോടൊപ്പം, ഇദ്ദേഹത്തോടൊപ്പം ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇനി ഞാനും എൻ്റെ കുഞ്ഞും എൻ്റെ വീട്ടിൽ തന്നെ കഴിയും, അവിടേക്ക് തിരികെ വരുന്ന ഒരു പ്രശ്നം ഉദിക്കുന്നില്ല. ആ അമ്മ കണ്ണുനീരോടുകൂടി പറയുകയാണ്, എന്തു സംഭവിച്ചു എന്നറിയില്ല, ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയില്ല. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ കുടുംബത്തിൽ ഒരു പക്ഷേ എത്രയൊക്കെ ചിന്തിച്ചാലും, എത്രയൊക്കെ ആലോചിച്ചാലും മനസ്സിലാകാത്ത ചില കാര്യങ്ങൾ സംഭവിക്കാനിടയുണ്ട്. നാമൊക്കെ പരസ്പരം സ്നേഹിക്കാൻ ശ്രമിക്കുന്നവരാണ്, പരസ്പരം ഒന്നു ചേർന്ന് പോകാൻ ശ്രമിക്കുന്നവരാണ്. പക്ഷേ ചിലപ്പോഴെല്ലാം വിള്ളലുകളും ചിലപ്പോഴെല്ലാം ചില
പ്രതിസന്ധികളും കടന്നു വരും. എന്തുകൊണ്ടെന്ന് മനുഷ്യബുദ്ധിക്ക് ഗ്രഹിക്കാൻ കഴിയാത്ത ചില കാര്യങ്ങൾ. നാമൊക്കെ ബലഹീനതകളും ഒരുപാട് പോരായ്മകളുമുള്ള വ്യക്തികളാണല്ലോ. അതാണ് ഈശോ തന്നെ പൗലോസ് ലിഹായോട് പറഞ്ഞത്. കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 2-ാം ലേഖനത്തിൻ്റെ 12-ാം അധ്യായം 9-ാം തിരുവചനം, നിനക്കെൻ്റെ കൃപ മതി, ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാവുക. ഈ ദൈവകൃപ എന്നുള്ളത് നമ്മുടെ കുടുംബത്തിൽ നിറഞ്ഞു നിൽക്കേണ്ട ഒരു കാര്യമാണ്. എപ്പോൾ ഈ ദൈവകൃപ ചോർന്നു പോകുന്നോ അപ്പോൾ ഒരുപാട് ബലഹീനതകളും ഒരുപാട് പോരായ്മകളും നമുക്ക് മറികടക്കാൻ കഴിയാത്ത വിധം നമ്മുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വരും. ഉൽപ്പത്തിയുടെ പുസ്തകത്തിലാണല്ലോ ദൈവം ആദ്യമായി 2 പേരെ ഒന്നു ചേർത്ത് കുടുംബം രൂപപ്പെടുത്തുക. എത്ര മനോഹരമായ ഒരു അവസ്ഥയായിരുന്നു. പ്രിയമുള്ളവരെ, ദൈവകൃപയുടെ ദൈവ സാന്നിധ്യത്തിൻ്റെ നിറവിലാണ് ആദവും ഹവ്വയും ആദ്യം കഴിയുക. അതുകൊണ്ടാണ് ആദം തൻ്റെ ഭാര്യയെ നോക്കി ഇപ്രകാരം പറഞ്ഞത്, ഇവൾ എൻ്റെ മജ്ജയുടെ മജ്ജയും മാംസത്തിൻ്റെ മാംസവുമാണ്. അത്രമാത്രം ഇഴയടുപ്പമുള്ള ഒരു കുടുംബ ബന്ധത്തിനാണ് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ദൈവം രൂപം കൊടുക്കുക. വചനം പറയുന്നു, കുടുംബം ഒരു കൂദാശയാണെന്ന് നമുക്കറിയാമല്ലോ. തിരുസഭ പഠിപ്പിക്കുന്നു, കൂദാശ എന്ന് പറയുന്നത് അദൃശ്യമായ പ്രസാദവരത്തെ സൂചിപ്പിക്കുകയും നൽകുകയും ചെയ്യുന്ന ദൃശ്യമായ അടയാളമാണ്. അതായത് പ്രസാദവരം, കൃപ നിറഞ്ഞു നിൽക്കുന്ന ഒരു കൂദാശയാണ് കുടുംബം എന്ന് പറയുന്നത്. പക്ഷേ എപ്പോൾ തിന്മ കടന്നു വന്നോ, എപ്പോൾ പാപത്തിന് അവരുടെ ജീവിതം വഴിമാറിയോ, ആ സമയം ആദ്യ മാതാപിതാക്കന്മാരുടെ ആദ്യത്തെ കുടുംബത്തിലേക്ക് വലിയ കഷ്ടതകളും വേദനകളും കടന്നു വരുന്ന ഒരു കാഴ്ചയാണ് വചനം നമ്മുടെ മുൻപിലേക്ക് വയ്ക്കുക. അവർ ഇലകൾക്ക് ഇടയിൽ ഒളിച്ചു എന്ന് നമ്മൾ കാണുന്നു. ദൈവം ഒരുമിച്ച് യാത്ര ചെയ്യാൻ, ഒരുമിച്ച് നടക്കാനായി അവരുടെ അരികിലേക്ക് വരുമ്പോൾ വചനം പറയുക, അവർ ഇലകൾക്കിടയിൽ മറഞ്ഞിരുന്നു എന്നാണ്. അതായത് അവർക്ക് തങ്ങൾ ദൈവസന്നിധിയിൽ നിൽക്കാൻ യോഗ്യരല്ല എന്നുള്ള ഒരു തിരിച്ചറിവ് അല്ലെങ്കിൽ ഒരു കുറ്റബോധം ഉളവാവുകയാണ്. നമുക്കറിയാം, അതിനു മുൻപ് വചനം പറയുന്നുണ്ട്, അവർ നഗ്നരായിരുന്നു, പക്ഷേ അവർക്ക് ലജ്ജ തോന്നിയില്ല. എന്തുകൊണ്ടാണ് നഗ്നരായിരുന്നെങ്കിലും ലജ്ജ തോന്നാതിരുന്നത്? കാരണം ദൈവകൃപ, ദൈവ സാന്നിധ്യം ആ നഗ്നത മറയ്ക്കാൻ അവരോടൊപ്പം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ കൃപ ചോർന്നു പോയി. ആ കൃപ ചോർന്നു പോയപ്പോൾ നഗ്നത അവർക്ക് അനുഭവപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബങ്ങളിൽ എപ്പോൾ ദൈവകൃപ ചോർന്നു പോകുന്നോ, നമ്മുടെ കുടുംബങ്ങളിൽ എപ്പോൾ ദൈവ സാന്നിധ്യം നഷ്ടമാകുന്നോ, അപ്പോൾ ഇതുപോലെയുള്ള ഒരു നഗ്നതയിലേക്ക്, ഇതുപോലെയുള്ള ഒരു മറഞ്ഞിരിക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മളും ചെന്നെത്തും. വേദനകളും കഷ്ടതകളും ജീവിതത്തിലേക്ക് കടന്നു വരും. മനുഷ്യരായ നമുക്ക് ഒരിക്കലും നമ്മുടെ തന്നെ കഴിവുകൊണ്ട് മുൻപോട്ട് നയിക്കാവുന്ന ഒരു ജീവിതമല്ല ഇത്. വചനം പറയുന്നുണ്ട്, വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷത്തിൻ്റെ 19-ാം അധ്യായത്തിൽ ഈശോ തന്നെ ഓർമ്മപ്പെടുത്തുന്നു, കൃപ ലഭിച്ചവർക്കല്ലാതെ ഇത് സാധ്യമല്ല. ദൈവകൃപയാണ് നമ്മുടെ കുടുംബത്തിൻ്റെ അടിത്തറയാകേണ്ടത്. ദൈവകൃപയാണ് നമ്മുടെ കുടുംബത്തിന് അടിസ്ഥാനമിടേണ്ടത്. ദൈവമില്ലാതെ, ദൈവത്തിന് സമയം നൽകാതെ, പ്രിയമുള്ളവരെ, ഈ ജീവിതത്തിൻ്റെ തിരക്കുകളുമായി, നമ്മുടെ സ്വകാര്യ താല്പര്യങ്ങളുമായി മുൻപോട്ട് പോകുമ്പോൾ അതൊരിക്കലും അനുഗ്രഹപ്രദമാവുകയില്ല. ഒരു പക്ഷേ ഈ അപ്പസ്തോല പ്രവർത്തനങ്ങളിലെ ഈ വചനഭാഗം തന്നെ പറയുന്നത് അതാണ്. ആ കാരാഗ്രഹ സൂക്ഷിപ്പുകാരൻ തൻ്റെ ജോലിയുമായി, തന്നെ ഏൽപ്പിച്ച ഭൗതികമായ ദൗത്യങ്ങളുമായി മുൻപോട്ട് പോയിരുന്ന ഒരു മനുഷ്യനാണ്. ക്രിസ്തുവാരെന്നോ ദൈവമാരെന്നോ അറിയാതിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് ഒരു ക്രിസ്തു അനുഭവം കടന്നു വരുമ്പോൾ ആ മനുഷ്യൻ മാത്രമല്ല, വചനം പറയുന്നു, കുടുംബവും സന്തോഷിച്ചു. ഇത് തന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കും. നമ്മൾ മാത്രമല്ല, നമ്മുടെ കുടുംബവും അനുഗ്രഹിക്കപ്പെടും, ദൈവത്തോട് നമ്മൾ ചേർന്ന് നിൽക്കുന്നുവെങ്കിൽ. യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൻ്റെ 4-ാം അധ്യായം 8-ാം തിരുവചനം അതാണല്ലോ പറയുക, ദൈവത്തോട് ചേർന്ന് നിൽക്കുക, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. ലൂക്കാസ് വിശേഷത്തിൻ്റെ 19-ാം അധ്യായത്തിലും 1 മുതൽ 10 വരെയുള്ള തിരുവചനത്തിലും മറ്റൊരു കുടുംബത്തെ നമ്മൾ കാണുന്നുണ്ട്, സക്കേവൂസിൻ്റെ ഭവനം.
ദൈവമില്ലാതിരുന്ന ഒരു കുടുംബമാണ്. ഒരുപക്ഷെ ആ മനുഷ്യൻ ജീവിച്ചത് മുഴുവൻ ധനത്തിന് വേണ്ടിയാണ്, ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ്. അതിൻ്റെ എല്ലാം പിന്നാലെ പോയി അവസാനം ശൂന്യമായ ഒരു ഹൃദയവുമായി നിൽക്കുന്ന സഖ്യവൂസിൻ്റെ ഒരു അനുഭവം. ദൈവം ആ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ, ക്രിസ്തു തൻ്റെ അരികിലൂടെ പോകുമ്പോൾ ഒന്ന് കാണണം എന്നുള്ള ഒരു ആഗ്രഹം ആ മനസ്സിലുദിക്കുന്നു. കാണാനായി സിക്കമൂർ മരത്തിൻ്റെ മുകളിൽ കയറി കാത്തിരിക്കുന്ന സഖ്യവൂസിനെ കുറിച്ച് വചനം പറയുന്നുണ്ടല്ലോ. ദൈവം പറഞ്ഞു, വേഗം ഇറങ്ങി വരിക, എനിക്കിന്ന് നിന്റെ ഭവനത്തിൽ വസിക്കണം. പ്രിയമുള്ളവരെ, യേശു ഇങ്ങനെ ഒരു കാര്യം വാഗ്ദാനം ചെയ്യുന്നത്, ഞാൻ നിന്റെ ഭവനത്തിലേക്ക് വരാം, നിന്റെ ഒപ്പം വസിക്കാം എന്ന് പറയുന്നത് ഒരിക്കലും അത് ദൈവത്തിൻ്റെ ആവശ്യമല്ല. മറിച്ച് ഈ മനുഷ്യന്, ഈ സഖ്യവൂസിന്, അവൻ്റെ കുടുംബത്തിന് തൻ്റെ സാന്നിധ്യം ആവശ്യമുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ്, എന്നുള്ള ഒരു അറിവ് ക്രിസ്തുവിന് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവനെ അനുഗ്രഹിക്കാനായി അവൻ്റെ കുടുംബത്തിലേക്ക് കടന്നു ചെല്ലുക. അവിടെ ചെന്ന് സഖ്യവൂസിൻ്റെ ജീവിതം മുഴുവൻ രൂപാന്തരപ്പെടുത്തുന്ന, സഖ്യവൂസിൻ്റെ ജീവിതം മുഴുവൻ മാറ്റിമറിക്കുന്ന ഒരു സാന്നിധ്യമായി ക്രിസ്തു നിലകൊള്ളുന്നു. അവനോട്, അവൻ്റെ കുടുംബത്തിലുള്ളവരോട് യേശു പറയുന്നു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. അതുവരെ അവർക്ക് രക്ഷ ലഭിച്ചിട്ടില്ല, അതുവരെ അവർക്ക് സമാധാനമില്ല, സന്തോഷമില്ല. പ്രിയമുള്ളവരെ, ഈ ലോകം നൽകുന്ന ഒന്നിനും, ഈ ലോകം നൽകുന്ന ഒരു വസ്തുക്കൾക്കും, ഈ ലോകത്തുള്ള ഒരു മനുഷ്യൻ്റെ സാന്നിധ്യത്തിനും, കുടുംബത്തിന്, നമ്മുടെ ഒരുമിച്ച് ചേർന്നുള്ള ജീവിതത്തിന് രക്ഷയും സമാധാനവും നൽകാൻ കഴിയില്ല. ദൈവം എപ്പോൾ കടന്നു വരുന്നു, ക്രിസ്തുവിനെ എപ്പോൾ സ്വന്തമാക്കുന്നു, അപ്പോൾ നാം ഓരോരുത്തരും ശ്രവിക്കാനിടയുള്ള ഒരു തിരുവചനമാണത്. ഇന്ന് ഈ കുടുംബത്തിന്, ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിലെ ദുഃഖങ്ങളിൽ, നമ്മുടെ ജീവിതത്തിലെ വേദനകളിൽ ദൈവം കടന്നു വരുമ്പോൾ, ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ, ഒരു കുടുംബമായി ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ, അപ്പോൾ മാത്രമാണ് രക്ഷയുടെ അനുഭവം, സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അനുഭവം സ്വന്തമാവുക. ദൈവം അരികിലുണ്ടായിരുന്നപ്പോഴാണല്ലോ ആദത്തിനും ഹവ്വയ്ക്കും അതുപോലെയുള്ള ഒരു അനുഭവം ജീവിതത്തിലുണ്ടായിരുന്നത്, പറുദീസയുടെ അനുഭവം. നമ്മുടെയൊക്കെ കുടുംബങ്ങൾ, പ്രിയമുള്ളവരെ, പറുദീസകളായി മാറണം. നസ്രത്തിലെ തിരുക്കുടുംബം പോലെ. ആ കുടുംബത്തിൻ്റെ പ്രത്യേകതകൾ നമുക്കറിയാമല്ലോ. പ്രശ്നങ്ങളില്ലാതിരുന്ന, പ്രതിസന്ധികളില്ലാതിരുന്ന ഒരു കുടുംബമായിരുന്നില്ല. ഒരുപക്ഷെ തകർന്നു പോയേക്കാമായിരുന്ന, ഒരുപക്ഷെ എന്നേക്കുമായി അകന്ന് പോയേക്കാമായിരുന്ന ഒരുപാട് പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ച ഒരു കുടുംബമായിരുന്നു അവരുടേത്. പക്ഷേ അവർ ഒന്നു ചേർന്ന് നിന്നു. കാരണം ദൈവത്തിന് പ്രാധാന്യം കൊടുത്ത ജീവിതങ്ങളായിരുന്നു പരിശുദ്ധ അമ്മയുടെയും യൗസേപ്പിതാവിൻ്റെയും. അതുകൊണ്ട് എത്രയൊക്കെ പ്രതിസന്ധികളിലൂടെ കടന്നുപോയപ്പോഴും ചേർന്ന് നിൽക്കാൻ, ദൈവസ്നേഹത്തിൽ നിലകൊള്ളാൻ അവർക്ക് കഴിഞ്ഞു. അതുപോലെ നമ്മുടെ കുടുംബങ്ങളിലും വേദനകളും ദുഃഖങ്ങളും കടന്നു വരുമ്പോൾ, പ്രിയമുള്ളവരെ, ചേർന്ന് നിൽക്കണമെങ്കിൽ, ഒരുമിച്ച് മുൻപോട്ട് പോകണമെങ്കിൽ, പരസ്പരം മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ, ഉറപ്പായും ദൈവകൃപ ചോർന്നു പോയിട്ടില്ല എന്ന് ഉറപ്പിക്കാൻ നമുക്ക് കഴിയണം. പഴയ നിയമത്തിൽ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൻ്റെ 16-ാം അധ്യായത്തിൽ സാംസനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. ദൈവസാന്നിധ്യത്തിൻ്റെ നിറവിൽ ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ആ മനുഷ്യനെ സ്വീകരിച്ചതുപോലും, ആ കുഞ്ഞിനെ സ്വീകരിച്ചതുപോലും ഒരുപാട് പരിശുദ്ധിയോടെ, ദൈവിക പദ്ധതിയോട് ചേർന്ന് നിന്നുകൊണ്ടാണ്. പക്ഷേ തിന്മ കടന്നു വരുമ്പോൾ, പ്രിയമുള്ളവരെ, അശുദ്ധി കടന്നു വരുമ്പോൾ ആ മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ച് വചനം പറയുന്നു. 16-ാം അധ്യായം 20-ാം തിരുവചനം. ദൈവ സാന്നിധ്യം തന്നെ വിട്ടുപോയത് അവൻ അറിഞ്ഞില്ല. ഫിലിസ്ത്യരുടെ സൈന്യം ആക്രമിക്കാൻ വരുമ്പോൾ സാംസനെ അതറിയിക്കുന്നു. അപ്പോൾ സാംസൺ പറയുകയാണ്, ഞാൻ മുൻപെന്നതുപോലെ എന്നെ തന്നെ സ്വതന്ത്രനാക്കും, ഞാൻ ഉറപ്പായും അവരുടെ കരങ്ങളിൽ നിന്നും രക്ഷപ്പെടും. തൊട്ടടുത്ത വചനം പറയുന്നു, ദൈവസാന്നിധ്യം വിട്ടുപോയത് അവൻ അറിഞ്ഞില്ല. നമ്മുടെ കുടുംബങ്ങളിൽ ഒരിക്കലും അത് സംഭവിക്കാതിരിക്കട്ടെ. ദൈവസാന്നിധ്യം അന്യം നിന്ന് പോകുന്നത്, ദൈവകൃപ ചോർന്നു പോകുന്നത് അറിയാത്ത മനുഷ്യരായി, അറിയാത്ത കുടുംബങ്ങളായി നാം മാറരുത്. പ്രിയമുള്ളവരെ, ഒരുമിച്ച് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെക്കുറിച്ച്, യൗസേപ്പിതാവിനെക്കുറിച്ച് വചനം പറയുന്നുണ്ടല്ലോ. ലൂക്കാ സുവിശേഷത്തിൻ്റെ 2-ാം അധ്യായത്തിൽ അവർ പതിവ് പോലെ ദേവാലയത്തിലേക്ക് പോയി. ആ ഒരു പതിവ് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഉണ്ടാകട്ടെ. ദൈവസന്നിധിയിൽ ഒരുമിച്ച് വരുന്ന പതിവ്, ദൈവസന്നിധിയിൽ ഒരുമിച്ച് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന പതിവ്, മക്കൾക്ക് വേണ്ടിയും മാതാപിതാക്കൾക്ക് വേണ്ടിയും പരസ്പരം ദൈവസന്നിധിയിൽ കരങ്ങൾ ഉയർത്തുന്ന ആ ഒരു പതിവ്,
അത് നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഈ മനുഷ്യനോട്, ഈ കാരാഗ്രഹ സൂക്ഷിപ്പുകാരനോട് പൗലോസ്ലിഹ പറഞ്ഞ ആ വചനത്തിൻ്റെ അഭിഷേകം ഉറപ്പായും നമ്മുടെ ജീവിതത്തിൽ നിറയും. പ്രതിസന്ധികളിൽ തളർന്നു പോകുന്നവരാകാതെ ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തികളായി, മനുഷ്യരായി നമുക്ക് മാറാം. ഇവിടെ വചനം പറയുന്നതും ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ വായിച്ച ആ വചനഭാഗവും അതുതന്നെയാണല്ലോ. വലിയ വേദനകളുടെ നടുവിലാണ് പൗലോസും സീലാസും ദൈവത്തിന് കീർത്തനങ്ങൾ ആലപിക്കുക. പ്രിയമുള്ളവരെ, യേശുവിൽ വിശ്വസിക്കുന്ന, തമ്പുരാനോട് ചേർന്ന് നിൽക്കുന്നവരുടെ പ്രത്യേകതയാണ് എത്ര വേദനകളിലും ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ കഴിയും. ദൈവം അരികിലില്ലെങ്കിൽ നമ്മൾ ഉറപ്പായും തളർന്നു പോകും. 37-ാം സങ്കീർത്തനത്തിൻ്റെ 24-ാം തിരുവചനം പറയുന്നുവല്ലോ, കർത്താവിൽ ആശ്രയിക്കുന്നവർ വീണേക്കാം, പക്ഷേ അത് മാരകമായിരിക്കുകയില്ല, കാരണം അവിടുന്ന് അവരുടെ കരം പിടിച്ചിട്ടുണ്ട്. ദൈവം നമ്മുടെ കുടുംബങ്ങളുടെ കരം പിടിക്കട്ടെ. എത്ര വലിയ പ്രതിസന്ധികളിലും നമ്മെ രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല. കേൾക്കാനാകാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. യെശയ്യാ പ്രവചനത്തിൻ്റെ 59-ാം അധ്യായത്തിൻ്റെ 1-ാം തിരുവചനമാണ്. സ്നേഹമുള്ളവരെ, ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആ വലിയ ബോധ്യം വന്ന് നിറയും. നമ്മൾ തനിച്ചല്ല എന്നുള്ള ബോധ്യം. നമ്മൾ മനുഷ്യർ ഒരുമിച്ച് ചേർന്ന് നിന്നാലും ഒരുപക്ഷെ മറികടക്കാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കൺമുൻപിൽ കടന്നു വരും, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കും. പക്ഷേ ദൈവമൊപ്പമുള്ളപ്പോൾ എന്തിനേയും ഏതിനേയും മറികടക്കാൻ നമുക്ക് കഴിയും. ഇവിടെ ഈ മനുഷ്യൻ പോലും ഒരുപക്ഷെ ആത്മഹത്യ ചെയ്യാനായി തൻ്റെ വാൾ ഉറയിൽ നിന്നും ഊരിയ ഒരു വ്യക്തിയാണ്. തൻ്റെ ദൗത്യം പരാജയപ്പെട്ടു എന്ന് ചിന്തിച്ച് ജീവൻ അവസാനിപ്പിക്കാനായി കാത്തുനിന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതമാണ് ക്രിസ്തു അനുഭവത്തിലൂടെ, ദൈവത്തെ അറിഞ്ഞതിലൂടെ പുതിയ ഒരു തലത്തിലേക്ക് പ്രവേശിക്കുക. ഒരു പക്ഷേ മരണത്തെപ്പോലും മുന്നിൽ കാണുന്ന വ്യക്തികളുണ്ടാകും. ഇനി മുൻപോട്ട് ഒരു പടി വയ്ക്കാൻ കഴിയില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും. പക്ഷേ എല്ലാവരെയും, എല്ലാ കുടുംബങ്ങളെയും ദൈവം കരം പിടിച്ചുയർത്തും. ആ ഒരു വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ നിറയട്ടെ. ആ ഒരു അനുഭവം നമുക്ക് ഓരോരുത്തർക്കും സ്വന്തമാകട്ടെ, യഥാർത്ഥ ക്രിസ്തു അനുഭവം. അപ്പോൾ ഈ വചനം നമുക്കും ശ്രവിക്കാൻ കഴിയും. ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് അവനും കുടുംബാംഗങ്ങളും അത്യന്തം ആനന്ദിച്ചു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.